വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ട്വിൻ മോം ആൻഡ് ഡാഡ് ഡയറീസ്. അപ്പോൾ ഞാൻ കുറെ നാളായി വ്ലോഗ്സ് ലോങ് വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എനിക്ക് അത് പറ്റുന്നില്ല. പക്ഷെ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തു ലോങ് വീഡിയോസ് ഇടൂ എന്നുള്ളത്. ഐ തിങ്ക് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ബട്ട് ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും ഐ വിൽ ട്രൈ ടു ഡു ഇറ്റ്. വീക്കിലി ഒരു 2 പ്രാവശ്യം അങ്ങനെയൊക്കെ ഇടാന്ന് വിചാരിച്ചു. സോ ഇന്ന് നമുക്ക് മിജോ ഓഫ് ആയതുകൊണ്ട് തന്നെ കുറേ പരിപാടികളുണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് മോർണിംഗ് നല്ലൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ട്. അപ്പോ ഞാൻ ഒരു മട്ടനിസ്റ്റും ഒരു വെള്ളയപ്പം കള്ളപ്പം അങ്ങനെ പറയാം, അതും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ്, പിന്നെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്, അത് നമ്മുടെ ഹിച്ചുമിയാട്ട ചോദിക്കുന്നത്. അപ്പൊ അത് പിന്നെ ഇന്ന് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ആദ്യമായിട്ട് ഒരു ട്രയലാണ് ഇവിടെ വന്നിട്ട് ഫിലിമിന് പോവാന്നുള്ളത്. ഫസ്റ്റ് ഞാനും അച്ചുമോനും കൂടിയിട്ടാണ് പോണത്. അച്ചുമോൻ 11 മണിയാകുമ്പോ എണീക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ചുമോനും കൂടിയിട്ട് പോവും. ഫസ്റ്റ് ട്രിപ്പ് 12:40 സിനിമ. അത് കഴിഞ്ഞിട്ട് 4:40 മിജോന് സിനിമ. അപ്പൊ ഞാൻ വന്നിട്ട് വേണം ബേബീസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് മിജോന് പോകാനായിട്ട്. അപ്പൊ ആ ലോങ് വീഡിയോ കാണാനായിട്ട് എല്ലാവരും റെഡി അല്ലേ? അപ്പൊ വെൽക്കം ടു മൈ വ്ലോഗ്. അപ്പോ ഇപ്പൊ നമ്മൾ കിച്ചണിലാണ്. വെള്ളപ്പത്തിന് ഞാൻ ഇന്നലെ തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ തട്ടിക്കൂട്ട് ഇത് മാവ് കലക്കല് എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ ഇപ്പൊ നല്ല സമ്മറാണ്, നല്ല വെയിലുള്ള ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അധികം ഇങ്ങനെ അത് പൊന്താനുള്ള ഇഷ്യൂസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോ അത് നന്നായിട്ട് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മാവ്. അത്യാവശ്യം നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിൽ അത്യാവശ്യം മധുരം ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു ദിവസം എന്തായാലും വീഡിയോ ചെയ്യാം. ഇവിടെ ഞാൻ ഇതെങ്ങനെയാണ് അരച്ചു വെക്കുക, പൊന്താനായിട്ട് ഇങ്ങനെ വെക്കുക എന്നുള്ളത് ഞാനൊരു ദിവസം പിന്നെ ഒരു ദിവസം ചെയ്യാം. ഇപ്പൊ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം, ഇസ്റ്റു കറി ഉണ്ടാക്കാം. കണ്ടില്ലേ, മാവ് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയാണ്, നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 kg മട്ടനാണ്. അത്യാവശ്യം നല്ല നെയ്യും ബോണുള്ളതാണ്, വിത്ത് ബോണാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നെയ്യുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്റ്റു വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഈ നെയ്യൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ട് ആ കറി കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇസ്റ്റു വയ്ക്കുമ്പോൾ മട്ടനിൽ അത്യാവശ്യം നെയ്യുള്ളത് നോക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മട്ടൻ കുക്കറിലിട്ടിട്ട് നമുക്ക് ഇത്തിരി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ ഇത്തിരി ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളകും. എന്നിട്ട് നമുക്ക് ഇതെല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എല്ലാതും മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം ഇതിന് ഇവിടെ ഇരുന്നിട്ട് വിസിലടിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങള് പച്ചമുളക്, സബോള, തക്കാളി, അതൊന്നും വേണ്ട. സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് മാത്രം മതി. ഇത് മാത്രം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ സബോളയുടെ ഹാഫാണ്. ഇവിടെ 5-6 പച്ചമുളക് എടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എന്തോരം വേണമെങ്കിലും എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. കമന്റ് ബോക്സിലായാലും കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കല്ലൂന്റെ ആരാണ് എന്ന്. സോ വി ആർ ദി ഫസ്റ്റ് കസിൻസ്. അപ്പൊ നമുക്ക് ആ വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ സുട്ടൂസ് പൊട്ടറ്റോസ് നമുക്ക് എന്തിട്ടാ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഞാൻ മിജോനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചോളോട്ടാ. നമ്മുടെ സുട്ടൂസ് ഒക്കെ ഉറങ്ങി നല്ല ഉറക്കായിട്ടിരിക്കണത്. നമ്മുടെ മിജോ സാറ് ക്ലീനിങ്ങിലാണ്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അവരോട് എൻജോയ് ചെയ്യട്ടെ. രാവിലെ നല്ല സമ്മറാണ്, കുഴപ്പമില്ല. സൺകിസ്ഡ് എന്നൊക്കെ പറയും. കണ്ട അത്യാവശ്യം നല്ല സ്കൈ ആയിട്ട് നിൽക്കണുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ചു ഡോർ അടഞ്ഞു പോയിന്ന്. ഇവിടെ ഡോർ അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ആൾക്കാണ് തുറക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് താക്കോലിട്ടിട്ട് തുറക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചു ഈ ഡോർ അടഞ്ഞു പോയിന്ന്. പിന്നെ നമ്മുടെ മുഴുവൻ മസാല, എനിക്ക് മുഴുവൻ മസാല ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതിൽ ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇടുന്നതാണ് ഒന്നും കൂടി ഇഷ്ടം. അതൊന്നും കൂടി എന്താ പറയുക, സ്മെല്ലിനും ഒരു ഫ്ലേവർ വരുമ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കായയുടെ.
നമുക്ക് നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഓയിൽ. നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യണോണ്ട് തന്നെ എനിക്ക് അധികം ഓയിൽ ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മാറും ഗൈസ്. കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഇതെന്റെ ഡെയിലി വ്ളോഗാണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മസാലകൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കും. ഇങ്ങനെയല്ലേ വലിയ സബോള. ഞാനെല്ലാം ഒരുമിച്ച് കിടക്കാം. കുറച്ചുപ്പ്. നമുക്കിനി നമ്മുടെ മട്ടൻ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതിൻ്റെ നല്ല നെയ്യ്. ഈ നെയ്യാണ് ആ ഇസ്റ്റു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക. സബോളയൊക്കെ അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പോയി വന്നപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നതാട്ടോ, ഗരം മസാല ഇച്ചിരി. അപ്പം നമ്മുടെ മട്ടൻ കണ്ട വിത്ത് സ്റ്റോക്ക് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അല്ല, വേറൊരു കാര്യം പറയട്ടെ, ഇതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഇടും, നമ്മുടെ എന്താ പറയാ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മട്ടൻ സ്റ്റൂ കറി ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉരുളൻകിഴങ്ങില്ല, ക്യാരറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഇട്ടില്ല. ഇപ്പൊ നമുക്കൊരു മട്ടൻ സ്റ്റൂ എന്നുള്ളൊരു ഇതിൽ തേങ്ങാപ്പാലും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാലും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സ്റ്റൂ റെഡി. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്ക്. ഇത് ട്രോപ്പിക്കൽ സണ്ണിൻ്റെ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രോപ്പിക്കൽ സണ്ണിൻ്റെ കോക്കനട്ട് മിൽക്കാണ്. നല്ല ഇത്തിരി ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും, അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഇത്തിരി തിക്കാണ്. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എടുക്കണേക്കാട്ടും മുന്നേ എപ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത് ഇങ്ങനെ ഒന്ന് ഊർന്ന് നിൽക്കണ പോലെയൊക്കെ തോന്നും. സാരില്ലേ, ഇതൊക്കെ സ്വാഭാവികമാണ്, ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് കോക്കനട്ട് മിൽക്ക്. അപ്പൊ ഈ കോക്കനട്ട് മിൽക്ക് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് അടിപൊളി ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടനിലേക്ക് നമ്മുടെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ളൊരു മട്ടൻ ഇസ്റ്റു ആണിത്. നമ്മുടെ കള്ളപ്പത്തിനുള്ള മാവ് സെറ്റാണ്. വെള്ളയപ്പം, സുന്ദരമായ കല്ലപ്പം. നമ്മൾ ഫുഡ് കഴിക്കുക മുകളിൽ ഇരുന്നിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഉണ്ണിയോളുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം താഴെ നമുക്ക് ഡൈനിങ് റൂം ഉണ്ട്. നമ്മൾ ഷെയറിങ്ങിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡൈനിങ് ഒക്കെ ഉണ്ട്. ബട്ട് നമ്മൾ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് മുകളിൽ ഇരുന്നിട്ട് കഴിക്കാനാണ്. വിൻഡോസ് ഉണ്ട്, സോ ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഉണ്ണികൾ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് ക്യാമറ വെച്ചിട്ട് വേണമെങ്കിൽ വരാം, പക്ഷെ ഫുഡിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇൻട്രപ്ഷൻസ് വരും. അത് കാരണമാണ് ഞാൻ ഇത് ഒഫീഷ്യലായിട്ട് അങ്ങനെ പറയണതല്ല കേട്ടോ. നമ്മുടെ മട്ടൻ കറി നോക്കി, ഒമ്മോ ചെന്താ ലുക്ക്. കറക്റ്റ് ഫുഡ് കഴിക്കണ ടൈം ആവുമ്പോൾ എണീക്കണ രണ്ടെണ്ണത്തിന് തന്നെ ഉണ്ടാവും. ഒരാളിത് ആദൂ ആദൂ, എന്നിട്ടിത് മോത്തൊക്കെ ആദൂ ഹെച്ചുമാ ഹെച്ചുമാ. കറക്റ്റ് ഫുഡ് കഴിക്കണ ടൈമിൽ എനിക്ക് രണ്ടുപേരും. എന്നിട്ട് ഫുഡ് കഴിക്കണത് വാശിയൊന്നുമില്ല, ഫുഡ് കഴിക്കണത് നോക്കിയിരിക്കും, അത്രക്കേ ഉള്ളൂ. അല്ലേ പൊന്നെ? കള്ളപ്പം എന്നും പറയാം. കാണാൻ ഭംഗിയില്ല എന്നുള്ളൂ കേട്ടാ, ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നു. മിജോ ഫസ്റ്റ് കഴിച്ചിട്ട് അഭിപ്രായം പറയും, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. ടെസ്റ്റിംഗ് അല്ല എന്നാലും.
ജെന്വലായിട്ട് പറയും ശരിക്കും. ഉപ്പ് കള്ളപ്പം എങ്ങനെയുണ്ട്? വെന്തിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. എനിക്കത് മാത്രം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് ഇനിയിപ്പോ ടേസ്റ്റിന്റെ ഇതല്ല, കള്ളപ്പം വേവോ ഇതോ ഉള്ളതെന്നുള്ളത്. പക്ഷെ അത് ഓക്കെയാണ്, സെറ്റ്. ഇനി നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഞാൻ ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്ന ആളാട്ടോ. ഭയങ്കര ഇഷ്ടം ഫുഡിങ് എന്ന് പറയുന്നത്. അതും വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ എന്നെ പറയും വേണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വെള്ളയപ്പത്തിന്റെ കൂട്ട് അന്ന് പൊന്ന വെള്ളയപ്പത്തിന്റെ കൂട്ട് ഞാൻ ആദ്യട്ടോ ശരിയായത്. അവിടുന്ന് ആരോ നോക്കണ്ടമ്മ. അതിന്റെ അപ്പുറത്തൊരു കാല് മാത്രം കാണാനുണ്ടമ്മ. അത് ഹെച്ചുമ്മയാട്ടാ. ഹെച്ചുമ്മ കിടന്നു കഴിഞ്ഞ പിന്നെ എനിക്ക് ഇത്തിരി മടിയാണ്. അതേപോലെയല്ല, ഫുഡ് കണ്ടു കഴിഞ്ഞാ നമ്മുടെ ആദ്യച്ചേട്ട എവിടെ ആണേലും കയറി വരും. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കള്ളപ്പം കള്ളപ്പം കഴിക്കണം. അപ്പൊ നമ്മള് പറഞ്ഞ അച്ചുമോൻ ഇതല്ലേ, ഞങ്ങള് ഒരു വീട്ടിലാണ് നിക്കണത്. ഒന്നാമത്തെ കാര്യം എന്റെ ഫസ്റ്റ് കസിനാണ്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ലൂന്റെ അച്ചുമാമനല്ലേ ഇത്, കല്ലൂന്റെ അച്ചുമാമനല്ലേ ഇത് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കല്ലൂന്റെ അച്ചുമാമൻ. ഇപ്പൊ ആദുന്റെ ഹെച്ചുന്റെയും അച്ചുമാമൻ എല്ലാവരുടെയും അച്ചുമാമൻ ലോക്ക്ഡാണ്. അതന്നെ, അച്ചുമാമൻ ഓൾറെഡി ലോക്ക്ഡാണ്. നോ മോർ ക്വസ്റ്റ്യൻസ്. അനുവദിച്ചുകൂടാ. കൊറേ പേരായി അന്വേഷിക്കണല്ലേ മിജു. ഗൗതം ക്രിസ്. അപ്പൊ അച്ചുമാമന്റെ ഫുൾ നെയിം ഗൗതം കൃഷ്ണ എന്നാണ്. ഗൗതം കൃഷ്ണ TR. ഇൻസ്റ്റഗ്രാമില് ഗൗതം ക്രിസ് എന്നാണ്. അപ്പൊ ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്തോളാൻ പറഞ്ഞിട്ടാണ്. അച്ചുമോൻ ലോക്ക്ഡാണ്. പക്ഷെ അച്ചുമോൻ ലോക്ക്ഡാണ്, എല്ലാം കൊണ്ട് ലോക്ക്ഡാണ്. മട്ടൻ കറി എങ്ങനെയുണ്ട്? ഇത്തിരി കരിഞ്ഞ വെള്ളപ്പെടുത്തേക്കണേന്ന് തോന്നുന്നു. ഇല്ല, പക്ഷെ കരിഞ്ഞ ഇതില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു. അടിപൊളി. സ്റ്റൂ രക്ഷയില്ല കേട്ടോ. തട്ടിക്കൂട്ടി സ്റ്റൂ. അച്ചുമാമ എനിക്കൊരു കഷ്ണം തരുമെന്ന് ചോദിച്ചിട്ട് നിക്കണ ആദ്യമോൻ. ഹെച്ചുമ്മയ്ക്ക് പിന്നെ കുറച്ച് ഡ്രസ്സ് ഇറക്കുമതി ചെയ്താൽ മതി. ഫുഡൊന്നും വേണ്ട ഞങ്ങക്ക്. ഫുഡില്ലെങ്കിലും നോക്കിയേ, ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങക്ക്. ഹെച്ചുമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് ഇറക്കുമതി ചെയ്താൽ മതി. ആ, പാലൊന്നും വേണ്ട പറഞ്ഞേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഫിലിം കാണാൻ പോകാനായിട്ട് ഒരു കോഡ് സെറ്റ് ആണ്. നാട്ടിൽ നിന്ന് എടുത്ത കേട്ടോ. കളറ് ബ്രൗണിഷ് ആണ്, ലൈറ്റ് ബ്രൗണിഷ് ആണ്, ബട്ട് കംഫർട്ടബിൾ ആണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ. ഇറ്റ്സ് ഫൈൻ. അച്ചുമാമൻ റെഡിയാണ്. അച്ചുമാമൻ കാക്കി. സോ നമ്മള് അധികം മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ബ്ലഷ് ഇട്ടു, ഹൈലൈറ്റ് ഇട്ടു, ഐ ഷാഡോ, മസ്കാര ആൻഡ് ലിപ്സ്റ്റിക്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇതാണ്. നൈസ് വൺ റൈറ്റ്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു ഇത് ഏതാണ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യണത് എന്നുള്ളത്. കുറെ ലിപ്സ്റ്റിക്സ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം വരണ വരെ ഞാൻ ഏതാ കളർ എന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പോ യൂസ് ചെയ്യണത് ഞാൻ മാർസിന്റെ ലിപ്സ്റ്റിക് ആണ്. ഡ്രീമി 09 കാണുന്നുണ്ടോ? ഓക്കെ, മാർസിന്റെ ഡ്രീമി 09. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. അത്യാവശ്യം ഒരു
അത്യാവശ്യം കുറച്ച് നേരം നിൽക്കും. സോ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. എനിക്ക് ലാസ്റ്റ് ഇനി ചെയ്യാനുള്ളത് ആ കൂടി ഒരു സെറ്റിംഗ് സ്പ്രേ ഉള്ളൂ. അത് റെവല്യൂഷന്റെ ഗ്ലോ ഫിക്സ് ആണ്. റെവല്യൂഷന്റെ ഗ്ലോ ഫിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. സമ്മതിക്കില്ല. ഫൈനലി ഞാൻ ഈ റെവല്യൂഷന്റെ ഗ്ലോ ഫിക്സ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് ഫിനിഷായി. ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നല്ലൊരു ഗ്ലോ കിട്ടും. അതാണ് തോന്നുന്നത് ഗ്ലോ ഫിക്സ് എന്ന് പേര് കൊടുത്തേക്കുന്നത്. എല്ലാം ഹെച്ചുമ പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ. മൂന്ന് മണിക്കൂർ നോക്കണം കേട്ടോ. വാച്ച് കിട്ടിയിട്ട്. സോ ഇത് വാങ്ങിച്ചിട്ട് ഒരു 2 years ആയിട്ടുണ്ടാവും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചതാണ്. CKയുടെ വാച്ചാണ്. സോ ഭംഗിയിലാണ്. ദാറ്റ്സ് ഇറ്റ്. ഫിനിഷ് അപ്പ്. ജസ്റ്റ് ഈ ഒരു റിങ്ങും ഇപ്പോഴത്തെ കൈമയ്ക്ക് ഒരു റിങ്ങും ഇട്ടപ്പോൾ. അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ്. ഇനിയുണ്ട് ഐ ലവ് ദിസ് ലിപ്സ്റ്റിക്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ആണിത്. അപ്പൊ ഗൈസ് നമുക്ക് പോവല്ലേ? പോവാണ്. ഇനി അപ്പനും മക്കളും കൂടിയിട്ട് പൊട്ടറ്റോസും കൂടിയിട്ട് ആവട്ടെ. ബാക്കി അടിപിടി. ബൈ. അമ്മ പ്രേമിയാ. അമ്മേനെ കാണാൻ ഭയങ്കര ഇഷ്ട എന്റെ കൊച്ചിന്. അയ്യോ ഹലോ പൊന്ന. ഹലോ പൊന്ന. അമ്മ പോണേന്റെ സന്തോഷാണോ എന്താണോ എന്ന് അറിയില്ല. 2 മണിക്കൂർ നോക്കിക്കോളൂ. ഓക്കെ ബൈ ബൈ. ഇവിടെ നിന്ന് ഞങ്ങള് ഊബറിലാണ് പോണത്. ടൈം ഇപ്പൊ തന്നെ 12:30 ഇവിടെ 12:40 ഫിലിം എന്ന് പറഞ്ഞാലും 1 മണിക്കേ തുടങ്ങുള്ളൂ എന്നാണ് പറയണത്. സോ നമ്മളിവിടുന്ന് ഇപ്പൊ സമയം 12:30 ഇവിടുന്ന് ഒരു 6 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. കാറിൽ വെച്ചിട്ട് അയാളുടെ മുഖം കാണിക്കാൻ പറ്റില്ല. നമ്മളപ്പോ നമ്മുടെ മുഖം തന്നെ കണ്ട് അത്യാവശ്യം എക്സ്പ്ലോർ. ഞങ്ങളിത് തിയേറ്ററിലെത്തി. സിനി വേൾഡ് ഇവിടെ മോസ്റ്റ്ലി ഉള്ളത് സിനി വേൾഡ് ആണ്. കണ്ടോ, ഇതാണ് സിനി വേൾഡ്. ഇതാണ് ഇവിടുത്തെ തൊട്ടിപ്പിള്ളേർ. ഇല്ല പിള്ളേരിനൊന്നും കാണിക്കത്തില്ല അങ്ങനെ വീഡിയോസിൽ, കാണിക്കാൻ പാടില്ല. അയ്യോ ടിക്കറ്റ് മറ്റേ ഫോണില. സോറി, ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഞാനിങ്ങോട്ട് പോകുന്നു, തിരിച്ചു പോകേണ്ടി വരും. സോ ദിസ് ഈസ് ദി സിനി വേൾഡ്. അയ്യോ ഓട്ടോമാറ്റിക് ഡോർ. ഞാൻ വിചാരിച്ചു നമ്മളിനി കയറ്റാണ്ട് പോകുന്നു. എന്ത് സിനി വേൾഡ്. ഇത് ഇവിടെ സൗത്ത് റൂൾ സ്ലിപ്പില് നല്ലതാ വീഡിയോസ്. ഓപ്പോസിറ്റ് കേറിപ്പോയി ഗൈസ്. എന്തൊക്കെ മണ്ടത്തരങ്ങാ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ ചെയ്യണച്ചു. നമുക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അയ്യോ പോയി ഗൈസ്, എന്റെ പൈസ ഫുള്ള് തിന്നാനായിട്ട് പോയി. താങ്ക് യു. ഇനി നമുക്ക് പടം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ബൈ. പടം
പടം കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും പൊളിയായിരുന്നു. അച്ചുമോൻ ഇത് രണ്ടാമത്തെ വട്ടമാണ് എൻ്റെ കൂടെ വന്ന് കാണുന്നത്. സോ ഞാൻ ഒരു വട്ടം ഞെട്ടിയതായിരുന്നു. ഇല്ല, പടം ഒരു രക്ഷയില്ല. ആക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തേക്കണം അനിരുദ്ധ്. എൻ്റെ പൊന്നൊരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു, രക്ഷയില്ല. ഫുൾ ടാങ്ക് അടിച്ചു. അവളൊന്നും കുടിച്ചിട്ടില്ല. നിജ റെഡി ആയിട്ടിരിക്കട്ടെ പോവാനായിട്ട്. കുടിച്ച പാല് നീ കുടിച്ചാ നീ? കുടിച്ചിട്ടില്ല, അവൾക്ക് വേണ്ടാവോ. ബൈ ബൈ. അപ്പ ബൈ ബൈ. അയ്യോ കേറി വന്നുള്ളൂ. അപ്പ ദേ പോണു. ബൈ ബൈ. ബൈ അപ്പാ. ബൈ അപ്പാ. കണ്ടല്ലോ, ഒന്നും വേണ്ട പൊക്കോ. ഹേയ്, നൗ ഐ ആം ബാക്ക്. മേജർ സാർ ഇപ്പോൾ പോയേക്കാണ് ഫിലിം കാണാനായിട്ട്. ഇപ്പോൾ ബേബി സിറ്റിംഗ് ഞാനാണ്. ഒരു 2.5 hour ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ഇത്രയ്ക്കുള്ളൂ. ഒന്ന് റിലാക്സായി. ഇനി അടുത്ത ബേബി സിറ്റിങ് ഞാനും പിള്ളേരായിട്ടും നമ്മുടെ പൊട്ടറ്റോസായിട്ടും. ഹായ് ഗായ്സ്. ആരത്? ഹായ് ഹലോ. ഇനിയിപ്പോൾ ബേബീസിന് പാല് കൊടുക്കണം, എന്നിട്ട് കിടത്തി ഉറക്കണം, എന്നിട്ട് വീണ്ടും എണീപ്പിച്ചിട്ട് കുളിപ്പിക്കണം. അത് മിജു സാറ് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ, കുളിപ്പിക്കലൊക്കെ. ഞാൻ ഒറ്റയ്ക്ക് കുളിപ്പിക്കാറില്ല. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ സൈൻ ഓഫ് ഫ്രോം മൈ യൂട്യൂബ് ചാനൽ. ബൈ ബൈ ഗായ്സ്.